നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. വി.എസ്. അച്യുതാനന്ദൻ വിടവാങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ സമര ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു. അദ്ദേഹം പാർട്ടിക്കും പാർട്ടി അദ്ദേഹത്തിനും കൊടുത്ത സംഭാവനകളെക്കുറിച്ച് പാർട്ടി നേതാക്കളും അല്ലാത്തവരുമെല്ലാം അനുസ്മരിക്കുകയും എഴുതുകയും പറയുകയും എല്ലാം ചെയ്യുന്നു. പക്ഷേ വി.എസ്. അച്യുതാനന്ദൻ ഒരുപക്ഷെ ഏറ്റവും മുഴക്കത്തോടെ കേരളം കേട്ടത് CPIഎമ്മിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിൽ കൂടിയായിരിക്കണം. അവിടെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന്, പാർട്ടിയിലെ നേതാക്കളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന വിമർശന ശരങ്ങൾ, ആക്ഷേപങ്ങൾ, അതുകൂടി ഇപ്പോൾ കനപ്പെട്ട ചർച്ചയായി നമ്മുടെ മുൻപിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം വി.എസിനെ പോലെ ഒരു കുലം കുത്തിക്ക് എന്ന് ഒരാൾ വിമർശിച്ചു എന്ന വാർത്ത. വി.എസ്. തന്നെയും അതിനോട് ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ. അതിനുശേഷം ഇപ്പോൾ അതൊരു വലിയ ചർച്ചയായും അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഒന്നിനെ ഔദ്യോഗികമായി അല്ലെങ്കിൽ സ്ഥിരീകരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നത് പിരപ്പൻകോട് മുരളി എന്ന CPIഎം നേതാവാണ്. വി.എസിന് നേരെ അത്തരമൊരു അധിക്ഷേപ വിമർശനം ഉണ്ടായി എന്ന്, അതിനാണ് വി.എസ്. മറുപടി പറഞ്ഞത് എന്ന്. പിന്നീട് ഇപ്പോൾ സുരേഷ് കുറുപ്പ്, മുൻ MP CPIഎം നേതാവ്, മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിലും പറയുന്നു, വി.എസ്. അച്യുതാനന്ദനെതിരെ ഒരു യുവ വനിതാ നേതാവ് ആലപ്പുഴ സമ്മേളനത്തിൽ അധിക്ഷേപ സ്വഭാവമുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിൽ മനം നൊന്തുകൂടിയാണ് അദ്ദേഹം ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന്. ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി.എസ്. ഇറങ്ങിപ്പോയി എന്നുള്ളത് വസ്തുതയാണ്. CPIഎമ്മിന്റെ സമ്മേളന ചരിത്രത്തിലെ ഏറ്റവും അസാധാരണ സ്വഭാവമുള്ള ഒരു നടപടിയായിരുന്നു അത്. അദ്ദേഹം പിന്നീട് മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. തന്നെ ഇരുത്തിക്കൊണ്ട് തന്നെ വിമർശിക്കുക എന്ന പദ്ധതി മാത്രമാണ് അരങ്ങേറുന്നത്, മറ്റു തരത്തിൽ ഒരു ആരോഗ്യ സ്വഭാവമുള്ള ചർച്ചയല്ല എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിലാണ് വി.എസ്. ഇറങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വീട്ടിലും പിന്നീട് തിരുവനന്തപുരത്തേക്കും മടങ്ങുന്നത് എന്നത് നമുക്ക് സമ്മേളന കാലത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മയാണ്. അപ്പോൾ വി.എസിന് കനപ്പെട്ട കുത്തുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നത് ഉറപ്പ്. അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ വി.എസിനെ കുറിച്ച് ഒരു നൂറ്റാണ്ടിൻ്റെ സമരജീവിതം എന്നൊക്കെ അനുസ്മരിക്കുന്ന ആളുകൾ? പാർട്ടിയിലെ കേവല വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടി ഉണ്ടാക്കിയ ഒരാളെ പരിധിവിട്ട വിമർശനത്തിന് വിധേയരാക്കിയവർ, അത്തരം വിമർശനങ്ങളും ആക്ഷേപങ്ങളും കൊണ്ട് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചവർ, ഉദ്യോഗ കയറ്റം കിട്ടിയതുപോലെ കമ്മിറ്റികളിലേക്ക് ഉയർച്ച കിട്ടിയവർ, അവരാരൊക്കെയാണ്? അവർ വി.എസിനെ അനുസ്മരിക്കുന്നതിൽ എത്രയുണ്ട് ആത്മാർത്ഥത? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം വി.എസിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റായ സുരേഷ് ഉണ്ട്, സുരേഷ്. സിറജി ലൂക്കോസ് ഉണ്ട്, CPIഎം സഹയാത്രികൻ. NM പിയേഴ്സൺ, ഇടതു നിരീക്ഷകനെയും ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം സിറജി ലൂക്കോസ്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, CPIഎമ്മിനകത്ത് തന്നെ നിൽക്കുന്ന ആളുകൾ, അവരാണ് തുറന്നു പറയുന്നത് വി.എസ്. സ്വന്തം പാർട്ടിയാൽ തന്നെ, പാർട്ടി സഹപ്രവർത്തകരാൽ തന്നെ, അതിൽ തന്നെ ജൂനിയേഴ്സിനാൽ ഇങ്ങനെ മാരകമായി ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ വി.എസിനെ പോലെ ഒരാൾ, അദ്ദേഹം കൂടി മരിച്ചപ്പോൾ ആ പാർട്ടി ഉണ്ടാക്കിയ അവസാനത്തെ ആളും പോയി. പാർട്ടി ഉണ്ടാക്കിയ ആളെന്ന് മാത്രമല്ല, ഇന്ത്യൻ ഇടതുപക്ഷ ചരിത്രത്തിൽ വി.എസ്. അച്യുതാനന്ദൻ നൽകിയിട്ടുള്ള സംഭാവന എന്താണെന്ന് അറിയാം. ആ നിലയ്ക്ക് സംഭാവന നൽകിയ ഒരാളും ഇന്ന് കേരളത്തിലെ പാർട്ടിയിലോ ഇടതുപക്ഷ ധാരയിലോ ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം സ്വന്തം പാർട്ടിയിൽ തന്നെ ഇങ്ങനെ സമ്മേളനങ്ങൾ ഉണ്ടാക്കി വിമർശിക്കപ്പെടുകയും ഒരു ഘട്ടത്തിൽ ആക്ഷേപിക്കപ്പെടുകയും ചെയ്ത ആളാണെന്ന് വാർത്ത പുറത്തു വരുമ്പോൾ പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത സംഭാവനകളെ ഇങ്ങനെ കൂടി എണ്ണേണ്ടി വരികയാണ്, അല്ലേ? അനിഷാദ്, ഇത് ആദ്യമായിട്ടല്ല കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ചില മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മനോരമയിൽ പിരപ്പൻകോട് മുരളി എഴുതിയ ലേഖനത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത് ചർച്ചയാക്കുന്നത്. പക്ഷേ 2021 M. സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമ്പോൾ ഇത് വ്യാപകമായിട്ട് പ്രചരണം നടത്തിയിരുന്നു. അതുകൂടാണ്ട് ഈ സമീപകാലത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന നിലമ്പൂർ ഇലക്ഷനിലും അദ്ദേഹത്തിനെതിരെ കൃത്യമായ രീതിയിൽ പ്രതിപക്ഷം ഉപയോഗിച്ച ഒരു ആരോപണമാണിത്. അന്ന് മുതൽ തന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത്, മനോരമയിൽ അദ്ദേഹത്തിന് മരണമടഞ്ഞ് 12 മണിക്കൂർ പോലും അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ മനോരമയിൽ ഈ പിരപ്പൻകോട് മുരളി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വരാജിൻ്റെ പേരില്ല എങ്കിലും സ്വരാജ് ആണെന്നുള്ള ധ്വനിയിൽ അതിനകത്ത് വ്യക്തതയോടുകൂടി തന്നെ കാര്യങ്ങൾ പറയുന്നത്. അത് നിഷാദ് പറഞ്ഞ പോലെ തന്നെ ഒരു യുവാവാണ്, യുവ നേതാവാണ് അദ്ദേഹം. അതിനുശേഷം പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് വേഗം കടന്നു വന്നു. MLA എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരാൾ M. സ്വരാജേ ഉള്ളൂ. അതിനു മുമ്പ് സ്വരാജിനെ ഈ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ. അതിൻ്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഒറ്റ ഇതാണ്. ഈ പിരപ്പൻകോട് മുരളി എന്ന് പറയുന്ന ഈ ബഹുമാനപ്പെട്ട വ്യക്തി വി.എസ്. അച്യുതാനന്ദൻ മരണമടയുന്നതിന് മുമ്പ് ഇങ്ങനെ ആരോപണമായിട്ട് വന്നിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും കൗതുകര കാര്യം. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് സാക്ഷാൽ വി.എസിനോട് ചെയ്യുന്ന അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു സ്വഭാവഗതിയായിട്ട് അത് കാണാൻ പറ്റുന്നില്ല. കാരണം വി.എസ്. ഒരു വേദിയിൽ ഈ സ്വരാജിൻ്റെ സാന്നിധ്യം തന്നെ പറഞ്ഞുകൊണ്ട്, ഞാൻ സ്വരാജിനെ ഉദ്ദേശിച്ചല്ല ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് തന്നെ ഈ അഭിമുഖത്തിൽ അദ്ദേഹം മരണമടയുന്നതിന് മുമ്പ് പല അഭിമുഖത്തിലും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ആരും വന്ന് അതിനെ തെറ്റാണെന്നോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തിരുത്തലുമായിട്ട് ആരും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇന്നിപ്പം ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പാർട്ടിയിൽ ഇപ്പോൾ നിലവിലുള്ള സജീവ പ്രവർത്തകനാണത്. അദ്ദേഹത്തെ എഴുതിയിരിക്കുന്നതിനകത്ത് സ്വരാജിനെ
അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പെൺകുട്ടി വി എസിനോട് മോശമായി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അത് നൊന്താണ് അദ്ദേഹം സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ സ്വരാജിനെ അവിടെ നിർത്തി. ഇനിയിപ്പോൾ സ്വരാജ് ഇതിനകത്ത് വരികയാണല്ല. പക്ഷേ സ്വരാജിന് വരാവുന്ന രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആഘാതങ്ങൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കേരളം ഒട്ടുക്ക് അദ്ദേഹത്തെ സംശയിച്ചുകൊണ്ട് പല ആളുകളും നോക്കിക്കണ്ടു. പ്രത്യേകിച്ച് രണ്ട് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം പരാജയപ്പെടാനുള്ള കാരണങ്ങളായിട്ട് പോലും അതിനെ വ്യാഖ്യാനിക്കപ്പെടാം. എന്തിനാണ് അതിൻ്റെ ലക്ഷ്യം എന്താ? അപ്പം CPM ഉയർന്നു വരുന്ന നേതൃത്വങ്ങളെ, ചെറുപ്പക്കാരെ, യുവാക്കളായ നേതൃത്വത്തിൽ വരുന്നവരെ, കഴിവ് തെളിയിച്ചവരെ. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. സ്വരാജിന്റെ കാര്യത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ മുഴുവൻ അസാധുവായിരിക്കുന്നു. അത് ഉന്നയിച്ചവർ തന്നെ പിൻവലിച്ച് ഇപ്പോൾ പുതിയ ആളിലേക്ക് ചാരുന്നു എന്ന നിലയ്ക്ക് പറയാൻ സമയമായിട്ടില്ല. സ്വരാജുമായി ബന്ധപ്പെട്ട സംഗതി തിരുവനന്തപുരം സമ്മേളനത്തിലാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ VS അച്യുതാനന്ദനെ ആക്ഷേപിക്കാനുള്ള വേദികളാക്കി സമ്മേളനങ്ങളെല്ലാം മാറ്റിയെന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അവിടെയാണ് VS അച്യുതാനന്ദൻ മറുപടി പറയുന്നത്. മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷം VS പൊതുവായി മറുപടി പറയുന്നുണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വിമർശനത്തിന്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന നിലയെടുത്ത് ആരാണ്? VS തന്നെയുമാണ്. അതിനപ്പുറം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്ന് വെളിപ്പെടുത്തി വന്നത് ഇപ്പോൾ പെരുപ്പൻകോടാണെങ്കിലും VS തന്നെയും അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിലൂടെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ആരോപണത്തെ, അത് ഉണ്ടായി എന്ന വാദത്തെ അദ്ദേഹം സാധൂകരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, ആലപ്പുഴ സമ്മേളനവും അതിനുശേഷം VSനെ തെറി പറയാനുള്ള ഒരു വേദികയാക്കി മാറ്റി എന്നത് വേറൊരാൾ കൂടി പറയുകയാണ്. രണ്ടിടത്തും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെയുള്ള കാര്യം. അതായത് ഒന്ന് വ്യാജമാണെന്ന് തെളിഞ്ഞു എന്ന് പറയാനൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാം. കാരണം നിഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് മാതൃഭൂമിയും പത്രത്തിൽ സുരേഷ് കുമാറിന്റെ ലേഖനം വന്നതിന് ശേഷം പിരപ്പൻകോട് മുരളി ഒരു മാധ്യമം വിളിച്ചു ചോദിച്ചു പറഞ്ഞു, ഞാൻ സ്വരാജിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അതാണ് അവരുടെ ലക്ഷ്യം. വളരെ വ്യക്തമായി കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം തന്നെ നിഷേധിക്കുക. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനൊരു ഈ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ കേരളം ഏറ്റവും കൂടുതൽ തേങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഒരു വ്യക്തി 101ാമത്തെ വയസ്സിൽ മരിച്ചു കിടക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെ തന്നെ ആ ലേഖനം വന്നത് എങ്ങനെയാ? അപ്പോൾ അതിന്റെ അജണ്ട എന്താ? വളരെ വ്യക്തമല്ലേ? ഇന്നിപ്പോൾ ആരെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു യുവതിനെ സുരേഷ് സാറിന് എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? ഞാനത് മുഴുവൻ വായിച്ചാൽ മാതൃഭൂമി രാവിലെ തന്നെ വായിച്ചു. അതിനകത്ത് അദ്ദേഹം ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു. അത് ആരാണെന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനാണ്. ആലപ്പുഴ സമ്മേളനം VSനെ ആക്ഷേപിക്കാനാണ് പരമാവധി സമയം ചെലവാക്കിയത് എന്നത് ആർക്കാ മനസ്സിലാവാത്തേ? എന്തിനാ VS ഒരു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ആദ്യമായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോവാണ് സമ്മേളനത്തിൽ നിന്ന്. തിരികെ കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം നടത്തിയ ഇടപെടൽ പോലും വിജയിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അത്ര നൊന്തു. അതിനകത്ത് നടന്ന പരിപാടികൾ മുഴുവൻ VS വിമർശനവും ആക്ഷേപവുമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സമ്മേളനത്തിന്റെ അവസാനം പൊതുസമ്മേളനത്തിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്നത്. VS അച്യുതാനന്ദന് പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ടും പിന്നീടുള്ള സമരങ്ങളിലും അദ്ദേഹത്തിന്റെ കാലിൽ പോലീസ് ബാനറ്റ് കുത്തി കയറ്റിയെന്ന കാര്യം അദ്ദേഹം എല്ലാ അഭിമുഖങ്ങളിലും പറയുന്നതാണ്. അതിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അന്നത്തെ പിണറായി വിജയൻ. ആരുടെയെങ്കിലും കാലിൽ എന്തെങ്കിലും കമ്പ് കൊണ്ടു എന്നതൊന്നും അല്ല മഹത്തായ ത്യാഗം, അതിനേക്കാൾ വലിയ ത്യാഗങ്ങൾ പാർട്ടിക്ക് വേണ്ടി വേറെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞങ്ങോട്ട് VS വിമർശനത്തിന്റെ ഒരു തുടർച്ച തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കാണാം. അത് ആ സമ്മേളനത്തിനകത്ത് നടന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതറിയാത്ത ആരാ ഉള്ളത്? അപ്പോൾ അവിടെ അങ്ങനെ ഒന്നുമേ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ഈ ആരോടായി പറയുന്നത്? നിഷാദ് ഒരു പുതുത മാധ്യമപ്രവർത്തനം ഞാൻ നിഷാദിനോട് സിമ്പിളായിട്ട് കാര്യം ചെയ്യാം. ഞാനൊരു ജില്ലാ സമ്മേളന പ്രതിനിധിയായിട്ട് പങ്കെടുത്ത ആളാണ്. എനിക്ക് ഏതാണ്ട് അതിന് ചട്ടവട്ടങ്ങൾ അറിയാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും റിപ്പോർട്ടർ ഈ പറഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യം പബ്ലിക്കായിട്ടുള്ള മാധ്യമങ്ങൾ പ്രവേശനമില്ലാതെ പാർട്ടിയുടെ ഡെലിഗേറ്റ്സുമായിട്ട് മാത്രം നടക്കുന്ന സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തനം എന്തെങ്കിലും ചോർന്ന് കിട്ടും? അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആലപ്പുഴ സമ്മേളനം നടത്തിയെന്ന് നിരാശയോടുകൂടി അദ്ദേഹം ഇറങ്ങിപ്പോയെന്നും അത് ഇന്ന കാരണം എന്നുള്ള തെളിവ് സഹിതങ്ങൾ നിരത്താത്ത നിങ്ങൾ അന്തരീക്ഷത്തിൽ കഥ ഉണ്ടാക്കുമല്ലോ. ഞാൻ പറഞ്ഞ കേരളം ഇടപെടലൊന്നും വിജയിക്കാതിരുന്ന എന്തുകൊണ്ടാ? ആ ഒറ്റ വാക്കൊന്നും പറയൂ. എന്തിനാ ഇറങ്ങിപ്പോയത്? ബോറടിച്ചിട്ടാ? അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്? എന്താണ് അങ്ങേക്ക് എന്തെങ്കിലും മറ്റു പ്ലാനുകളുണ്ടോ? മറ്റെന്തെങ്കിലും പാർട്ടി രൂപീകരിക്കാനുള്ള ഉദ്യമമാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പാർട്ടിയുടെ വാക്കെന്നാ അറിയാം, നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയാം? ഒരൊറ്റ വാചകം പറഞ്ഞു മഹാനായ VS, അതെല്ലാം പാർട്ടി മറുപടി പറയും എന്ന് പറഞ്ഞ പാർട്ടിക്ക് വിധേയനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ തെളിയിച്ച VSനെ നിങ്ങൾ തെറ്റായി വായിക്കുകയാണത്. അദ്ദേഹം പാർട്ടി പിന്നീട് പറഞ്ഞ മറുപടി എന്നാണ്. പിണറായി വിജയൻ അതിനുശേഷം തത്സമയം കേട്ട ആളാണ് ഞാൻ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? VSന്റെ സമര ചരിത്രത്തെ അദ്ദേഹം ഒരു നിലയ്ക്ക് ആക്ഷേപിക്കുന്ന നിലയെടുക്കുക പോലും ചെയ്തു. കാലിൽ എന്തെങ്കിലും കൊണ്ടുകയറി എന്നുള്ളത് ത്യാഗമല്ല, രക്തസാക്ഷികളുടെ ത്യാഗമാണ് വലിയ ത്യാഗം. പാർട്ടിക്ക് മേലെ വളരാമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ് അന്നത്തെ പിണറായി വിജയനിൽ നിന്നുണ്ടായി വരുന്നത്. അതല്ലേ നമ്മൾ കണ്ടത്? അതാണ് പാർട്ടി പറഞ്ഞ മറുപടി. എന്ന് വെച്ചാൽ VSുമായിട്ട് തെറ്റിയിട്ടാണ് പാർട്ടി ഉള്ളത് എന്ന് പറയുന്നു.
വി എസ് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് എത്തിയെന്ന് പബ്ലിക്കായി പറഞ്ഞത് ആരാണ്? നിഷാദേ, വിജയനാണ്. അപ്പൊ നിങ്ങൾ പറയാണ് പാർട്ടിയും വി എസും തമ്മിൽ അടയും ചക്കരയും പോലായിരുന്നു. വി എസ് അത് വേറെ കേൾക്കൂ. കാര്യത്തിൽ ഇതൊക്കെ നമ്മളെല്ലാം കേട്ട മാധ്യമങ്ങൾ കാര്യങ്ങളാ. തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്ന് സഹിക്കാൻ കഴിയാതെ ഈ ആക്ഷേപ ശരങ്ങൾ റിവാർഡുകൾ അല്ല. പ്രതീക്ഷിച്ചുകൊണ്ട് യുവതാരങ്ങൾ ഇറക്കിവിട്ട ഈ ആക്ഷേപ ശരങ്ങളുണ്ടല്ലോ, അത് സഹിക്കാതെയല്ലേ ആ വയോവൃദ്ധൻ ഇറങ്ങിപ്പോകുന്നത് ആലപ്പുഴയിൽ നിന്ന്? അല്ല റജി? അല്ല നിഷാദെ, സി പി എമ്മിനൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് അല്ല സി പി എം. സി പി എമ്മിൽ അച്ചടക്ക ലംഘനം ആര് കാണിച്ചാലും അവരെ പരസ്യമായിട്ട് ശാസിക്കുന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും പ്രത്യേകത. ഈ സാക്ഷാൽ പിണറായി വിജയനെ ശാസിച്ചിട്ടുണ്ട്, പി ബിയിൽ നിന്ന് തരം താഴ്ത്തിയിട്ടുണ്ട്, അതേസമയം തന്നെ വി എസ് അച്യുതാനന്ദനെ തരം താഴ്ത്തിയിട്ടുണ്ട്, ഇ എം എസ് നമ്പൂരിപ്പാടിനെ ശാസിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാർട്ടിയുടെ പ്രത്യേകതയാണ്. അതിൽ ആ ശാസനയിൽ വഴങ്ങാത്ത നേതാക്കന്മാർക്ക് ഈ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ? അത് ആ വിമർശനം ഉണ്ടാവും, തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് വി എസ്. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. പലരും ശ്രമിച്ചല്ലോ. ഇപ്പൊ കുറെ ആളുകൾ വരുന്നുണ്ടല്ലോ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താ വി എസ് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, അല്ലെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തെല്ലാം ഒന്ന് വി എസ് അതിനുമല്ലോ ഈ പാർട്ടിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വി എസ് 14 വർഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നത്? അത് ജനങ്ങളുടെ പിന്തുണ, ഈ പാർട്ടി കൊടുത്ത അതിശക്തമായ പിന്തുണയാ. അത്രയ്ക്കും ലെജൻഡറി ഒരു സ്റ്റാറ്റസ് നിലനിർത്തിയ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 2006 അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ലേ? പ്രവർത്തിക്കുക എന്നുള്ള ഒരു പാർട്ടി 2006 ആരും മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനം എടുത്തില്ല. അവിടെ മലമ്പുഴ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ പേരെന്തായിരുന്നു ആദ്യം? എം ചന്ദ്രൻ. പിന്നെ എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ അവിടേക്ക് വന്നത്? തെരുവിൽ ജനങ്ങൾ ഇറങ്ങേണ്ടി വന്നു, പാർട്ടിക്കാർ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രി ആയത്. മുഖ്യമന്ത്രി ആക്കാതിരിക്കാനാണ് പാർട്ടി നോക്കിയത്. എന്നിട്ട് എന്തെല്ലാം തരത്തിലുള്ള പിടിവലികൾ ഉണ്ടായി നമ്മൾ കണ്ടതാണ്. വി എസ് അച്യുതാനന്ദനെ പാർട്ടി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വി എസ് ആ നിലയ്ക്ക് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ബക്കറ്റിലെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗോർബച്ചേവിന്റെ കഥയാണ് വി എസ് തിരിച്ചു പറഞ്ഞത്. അല്ലാതെ എല്ലാ വിമർശനങ്ങളും താൻ ചെയ്ത പാതകത്തിന്റെ പ്രതിഫലമാണ്, അത് താൻ സ്വീകരിച്ചേക്കാം എന്ന മട്ടിൽ വിധേയനായിരുന്നില്ല വി എസ്. പോരാടിക്കൊണ്ടാണ് അവസാനം വരെ നിന്നത് അദ്ദേഹം എന്നതല്ലേ നമ്മുടെ മുമ്പിലുള്ള ചരിത്രം. ഞാൻ ഒന്ന് വരാമേ, താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്. എൻ്റെ കൂടെ സുരേഷ് ഉണ്ട്, വി എസിന്റെ സന്തത സഹചാരിയായിരുന്നു. സുരേഷ്, ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആരോ പറഞ്ഞു എന്ന് പറയുന്നു, അത് സ്വരാജാണെന്ന് പറഞ്ഞു, പിന്നെ അതിന് വ്യക്തതയില്ല എന്ന് പറയുന്നു. ഇവിടെ ആലപ്പുഴയിൽ ചിന്താ ജെറോം പറഞ്ഞു എന്ന് പറയുന്നു. ആകപ്പാടെ ആശയക്കുഴപ്പമാണോ? സത്യത്തിൽ ഇതിനകത്ത് ഒരു ക്ലാരിറ്റിയും ഇല്ല. താങ്കൾക്കുണ്ടോ ക്ലാരിറ്റി? ആധികാരികമായ എന്തെങ്കിലും വിവരങ്ങൾ ഈ കാര്യത്തിൽ സുരേഷിനുണ്ടോ? സുരേഷ്, ഞാൻ ചോദിക്കുന്നത് ഈ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലെയുള്ള ആക്ഷേപ പരാമർശങ്ങളെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വളരെ കൃത്യതയുള്ള ഇൻഫർമേഷൻ ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ ആ കാര്യത്തിൽ? ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് വി എസിനെതിരായിട്ട് എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്തു എന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് 2012 തിരുവനന്തപുരം സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിലെ ചർച്ചയിൽ ഇപ്പം നമ്മൾ ആരും ചർച്ചയിൽ സമ്മേളനത്തിനകത്ത് പങ്കെടുത്ത ആളുകളല്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉൾപ്പെടെയാണ് ആ സമ്മേളനത്തിൽ ഉണ്ടാവുക. അത് മാധ്യമങ്ങളിൽ സ്വാഭാവികമായിട്ടും വാർത്ത വരികയും അത് പിന്നെ അങ്ങനെ ചർച്ച ചെയ്തു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വി എസ് പൊതുസമ്മേളനത്തിൽ പിന്നെ അതിന് മറുപടി പറഞ്ഞത്. സാധാരണ സമ്മേളനങ്ങളിൽ പിന്നെ നടത്തിയ ചർച്ചയും അതുപോലെ തന്നെ വിഷയങ്ങളൊന്നും പുറത്തു പറയാറില്ല. പക്ഷേ വി എസ് സ്വാഭാവികമായിട്ടും ആ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെതിരായിട്ട് ആ പൊതുസമ്മേളനത്തിൽ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം സുരേഷ് കുറുപ്പ് പിന്നെ 2015 സമ്മേളനത്തിൽ യുവവനിതാ നേതാവ് പറഞ്ഞു എന്ന്. ആരാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന വാക്ക് ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്തുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അത് പുറത്തു വരികയും ചെയ്തത് 2012 തിരുവനന്തപുരം സമ്മേളനത്തിലാണ്. അതിന് അടിവരയിട്ടുകൊണ്ടാണ് പിരപ്പങ്കോട് മുരളി, അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ആ സമയത്ത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കാം, കാരണം അദ്ദേഹം കൂടി പങ്കെടുത്ത സമ്മേളനത്തിലാണല്ലോ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 2012 സമ്മേളനത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുകയും വി എസിനെ ആക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളത് പിരപ്പങ്കോട് മുരളി പറഞ്ഞോടുകൂടി അതിന് അടിസ്ഥാനമായിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിൽ കേട്ടതിനെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സുരേഷ് കുറുപ്പ് എഴുതിയിട്ടുള്ളത്. അവിടെ തന്നെ പല കാര്യങ്ങൾ കേട്ടു. അദ്ദേഹത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച്, ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്നൊരു കൂട്ടർ, അദ്ദേഹം പാർട്ടി വിരുദ്ധരുടെ കൂടെ നിൽക്കുന്നു, വേശ്യാലയത്തിന്റെ കാവൽക്കാരനായിരിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ പരമാവധിയിൽ ചൊരിഞ്ഞു യുവ നേതാക്കൾ എന്നാണ് ആലപ്പുഴയിലെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന പല കഥകൾ. അതിനെക്കുറിച്ച് സുരേഷിനുള്ള ഇൻപുട്സ് എന്താണ്, വിവരങ്ങൾ എന്താണ്?
അല്ല, ആലപ്പുഴ സമ്മേളനം ഒരുപക്ഷെ VSനെ ഏറ്റവും കൂടുതൽ അധിക്ഷേപം നേരിട്ടൊരു സമ്മേളനമായിരുന്നു. ഏതാണ്ട് 80% പ്രതിനിധികളും VSനെ ആക്ഷേപിക്കാനാണ് ആ സമ്മേളനത്തിൻ്റെ ചർച്ചകളെ ഉപയോഗിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, പൊതു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗ്രൂപ്പ് ചർച്ച, അതായത് ജില്ലാ സമ്മേളനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക. ആ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച നടത്തും. അത് പാർട്ടി സംഘടനാ രീതിയാണ്. ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച നടത്തിയതിന് ശേഷം ആ ഗ്രൂപ്പ് തിരിഞ്ഞ് നടത്തിയ ചർച്ചയിൽ ആരാണോ ഈ ഗ്രൂപ്പ് ചർച്ചയിൽ നടന്ന വിഷയങ്ങൾ നോട്ട് ചെയ്ത് പോയിൻ്റാക്കി അവിടെ പൊതു ചർച്ചയിൽ പറയേണ്ടത് അത് ഗ്രൂപ്പ് ചർച്ചയിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. ജില്ലാ ഡെലിഗേഷനാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇത്തരത്തിലുള്ള VSനെ ആക്ഷേപിക്കാനൊന്നും ഏത് ജില്ലയിൽ നിന്ന് ആളുകളും പ്രതിനിധികളും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകൾ പൊതു ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ കൈന്നിട്ടുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം ആക്ഷേപപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അന്ന് സത്യത്തിലൊരു VS വധം ആട്ടക്കഥയായിരുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ. അതിൽ സത്യം പറഞ്ഞാൽ മനംനൊന്തുകൊണ്ടാണ്, വ്യതയോടുകൂടിയാണ് VS ആ സമ്മേളനത്തിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയത്. കാരണം VS ഉണ്ടാക്കിയ പാർട്ടിയാണ്. 1939 VSന് പാർട്ടി അംഗത്വം കിട്ടുന്നത്. CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗത്വം കിട്ടുന്നത്. അംഗത്വം കൊടുക്കുന്നത് കൃഷ്ണപിള്ളയാണ്. ഇതെല്ലാം നടന്നത് ആലപ്പുഴ വെച്ചാണ്. ആലപ്പുഴ കയർ തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചാണ് ഈ VS പാർട്ടി ഉണ്ടാക്കിയത്. നമുക്കറിയാം, അന്നൊന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ആവുമെന്നോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമെന്നോ ആഗ്രഹിച്ചിട്ടോ മോഹിച്ചിട്ടോ ഒന്നുമല്ല VSനെ പോലുള്ള ആളുകൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയതും പാർട്ടി ഉണ്ടാക്കിയതും ജനങ്ങളെ സംഘടിപ്പിച്ചതും. അങ്ങനെയുള്ള VSനെ ഇരുത്തിക്കൊണ്ട് വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ ആക്ഷേപിക്കുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് VSന് കഴിയില്ല. അതുകൊണ്ടാണ് VS ഇറങ്ങി വന്നത്. ഓക്കെ സുരേഷ്, ഇത് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ പൊതുവായ വികാരം അവതരിപ്പിക്കലാണ് ആ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രതിനിധിയുടെ ഉത്തരവാദിത്വം. അപ്പോൾ അത് അയാൾ ഒറ്റയ്ക്ക് പറയുന്ന അയാൾ ഒറ്റയ്ക്ക് പറയുന്ന ചില കടന്ന വാചകങ്ങൾക്ക് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് പൊതുവികാരം പ്രതിഫലിപ്പിക്കലാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ആസൂത്രിതമായ ഒരു ഗ്രാൻഡ് ഡിസൈൻ പ്രവർത്തിച്ചു, അതൊരു കേന്ദ്രബിന്ദു ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണോ? അല്ല, തീർച്ചയായിട്ടും അന്നത്തെ സമ്മേളനത്തിൽ ഈ റിവാർഡ് ചെയ്യപ്പെട്ടു പറയുന്ന ആളുകൾക്കൊക്കെ പ്രൊമോഷൻ കിട്ടി. അത് മാധ്യമപ്രവർത്തകർക്കും അറിയാം, മറ്റെല്ലാവർക്കും അറിയാം, മൂക്ക് താഴെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ VSൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളെ പോലും ചർച്ചയിൽ പങ്കെടുപ്പിച്ചു. അത് പ്ലാൻഡ് ആയിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരെ കൊണ്ട് VSനെ അധിക്ഷേപിച്ചു. അത് സത്യം പറഞ്ഞാൽ VSന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അത് കാരണം VS തൻ്റെ കൂടെയാണ് ആ സഖാവ്, കൂടെ മീൻസ് വ്യക്തിപരമല്ല ഞാൻ പറയുന്നത്, നിലപാട് മൂലം തൻ്റെ നിലപാടിൻ്റെ ഒപ്പം അല്ലെങ്കിൽ താൻ പറയുന്ന ആശയത്തിൻ്റെ ഒപ്പം ആണ് എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ പോലും VSനെതിരെ തള്ളിപ്പറഞ്ഞപ്പോൾ ഉണ്ടായ വിഷമം ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിപ്പോൾ യുവവനിത എന്ന് പറയുന്നത് സുരേഷ് കുറുപ്പ് പറഞ്ഞതാണ്. സുരേഷ് കുറുപ്പ് തന്നെയാണ് അത് ക്ലാരിറ്റി വരുത്തേണ്ടത്. ഞാൻ പറഞ്ഞു, സുരേഷ് കുറുപ്പ് പറഞ്ഞതിൽ തിരുത്തലുണ്ട്. കാരണം ഒരാൾ മാത്രമല്ല ആക്ഷേപിച്ചത്, സംഘടിതമായ ആക്രമണമായിരുന്നു VSനെതിരെ. അതിൽ മനനൊന്നുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. നമുക്കറിയാം, 1964 നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 ആളുകളിൽ ഒരാളാണ് സഖാവ് VS. അന്ന് 32 ആൾ കൂടി ഉണ്ടാക്കിയ പാർട്ടിയാണ് CPIM. പിന്നീട് അത് പടർന്ന് പന്തലിച്ച് ഇന്ത്യയാകെ വളർന്ന വലിയ മഹാപ്രസ്ഥാനമായി. കേരളത്തിലെയും ബംഗാളിലെയും ത്രിപുരയൊക്കെ വലിയ പ്രസ്ഥാനമായി. അതിൻ്റെ രൂപം കൊടുത്ത ആളാണ്. അദ്ദേഹത്തെ ഇരുത്തിയിട്ടാണ് വളരെ 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 ജൂനിയറായിട്ടുള്ള ആളുകൾ ആക്ഷേപിക്കുന്നത്. അത് കേട്ട് നിൽക്കാനോ കണ്ടു നിൽക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങി വന്നത്. CNM പിയേഴ്സൺ കൂടി എന്നോടൊപ്പം. ഞാൻ സുരേഷിലേക്ക് വരാം. CNM പിയേഴ്സൺ, ഇവിടെ M സ്വരാജ് എന്തോ ഒരു കടുത്ത വാക്ക് പറഞ്ഞു, ചിന്താ ജെറോം എന്തോ കടുത്ത വാക്ക് പറഞ്ഞു എന്ന നിലയ്ക്ക് വ്യക്തികളിലേക്ക് ചുരുക്കുകയാണോ അവസാന സമ്മേളനങ്ങളുടെ കഥയിൽ നാം ചെയ്യേണ്ടത്? അതോ അതിനപ്പുറം VSനെ ആക്ഷേപിക്കാൻ പാർട്ടി ആകെ തന്നെ, പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി കൈപ്പിടിയിലുള്ളവർ, പാർട്ടിയിലെ മെജോറിറ്റി ഓഫ് കോമ്രേഡ്സ് തീരുമാനിച്ചിരുന്നു, അതിൻ്റെ ഭാഗമായി ഉത്തരവാദിത്വം നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ടവർ അവരവരുടെ വാക്കുകൾ പറഞ്ഞു പോയി എന്ന് ഒഴിച്ചു നിർത്തിയാൽ വ്യക്തികളിലേക്കാണോ ചുരുക്കേണ്ടത്? അതോ അവസാന ഘട്ടമെത്തിയപ്പോൾ പാർട്ടിയുടെ ഫൗണ്ടറായിരുന്ന ഒരു നേതാവിനെ, അത്രയും പാരമ്പര്യമുള്ള ഒരു നേതാവിനെ, അദ്ദേഹത്തെ ചുരുക്കി കെട്ടാൻ പാർട്ടി ഒന്നാകെ പണിയെടുത്തു എന്നെനിക്ക് കുറച്ച് വലുതായി കാണേണ്ട കാര്യമാണോ ഇത്? അല്ല, ഇത് ഈ CPMന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ പാർട്ടിക്കകത്തെ വലിയ ഗ്രൂപ്പ് യുദ്ധങ്ങൾ, നമുക്കതിന് 2-3 ഘട്ടങ്ങൾ ഉണ്ട് യഥാർത്ഥത്തിൽ. ഒന്ന്, VSും പിണറായി വിജയനും ഒക്കെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് CITU സംഘത്തിനെതിരെ നടത്തിയ യുദ്ധം. ആ യുദ്ധം ആരും ചർച്ച ചെയ്യാറില്ല. ആ യുദ്ധത്തിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞാൽ പാലക്കാടാണ്. ആ 1998 ആ പാലക്കാട് സമ്മേളനത്തില് CITUവിന്റെ നേതാക്കളെ മുഴുവൻ വെട്ടി നിരത്തി. കേരളത്തിൽ ഇന്ന് CITU ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് പാലക്കാട് സമ്മേളനത്തിന്റെ ഫലമായി സംഭവിച്ച ദുരന്തമാണ് ശരിക്കും. ML ലോറൻസ്, VB ചെറിയൻ, KN രവീന്ദ്രനാഥ്,
ഒ ഭരതൻ സമ്മേളനത്തിൽ പാനൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് വെട്ടിമാറ്റപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന്റെ നെരിപ്പോട് എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ അത്തരത്തിലുള്ള മുഴുവൻ നേതാക്കളും വെട്ടി നിരത്തുകയാണ് ചെയ്തത്. അന്ന് വെട്ടി നിരത്തുമ്പോൾ ആ നേതാക്കൾക്കെതിരെ പിണറായി വിജയനും അതേപോലെ തന്നെ VS-ന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ മുഴുവനും ഇതേ പണിയാണ് ചെയ്തിരുന്നത്. അഴിമതിക്കാർ പാലക്കാടൻ തീക്കാറ്റിൽ വെന്തുരുകി എന്നാണ് VS പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സമ്മേളനങ്ങൾ നീണ്ടുപോകുന്നു. സമ്മേളനങ്ങൾ 2 ഭാഗമായിട്ട് തിരിയുന്നു. പിണറായി വിജയന്റെ ഭാഗവും VS-ന്റെ വിജയം. അപ്പോൾ VS ഗ്രൂപ്പിന് പിന്നെ വെട്ടിയൊതുക്കലായി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. അതിന്റെ ഒരു പരിസമാപ്തി നമ്മൾ മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ മിന്നലായി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. ശരിയാണ്, മിന്നൽ പിണർ, അതൊക്കെ ഇതായിരുന്നു. മിന്നൽ പിണർ എന്ന് പറയുന്നത് വെട്ടലാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് തിരുവനന്തപുരം സമ്മേളനത്തിൽ എത്തുന്ന സമയത്താണ് ഏതാണ്ട് പാർട്ടി മുഴുവനുമായിട്ട് പിണറായി വിജയൻ പിടിച്ചടക്കുന്നു. പിണറായി വിജയനെ പിടിച്ചടക്കുന്ന സമയത്ത് VS-നൊപ്പം നിന്ന് അതിക്കുമ്പ് യുദ്ധം ചെയ്ത മുഴുവൻ ആളുകളും പലതരം സ്ഥാനങ്ങൾ നൽകി പിണറായിക്ക് ഒപ്പമാക്കി മാറ്റുന്നു. കടകംപള്ളി സുരേന്ദ്രനൊക്കെ അത്തരത്തിലുള്ള പ്രമുഖനായ നേതാവാണ്. ഞാൻ ഓരോരുത്തരുടെയും പേര് ഇപ്പൊ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായത് പിന്നീട്. അങ്ങനെ മാറി തീർന്ന സമയത്ത് ആ സമ്മേളനത്തിലാണ് സ്വരാജിനെ കൊണ്ട് VS അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കണം എന്ന് പറയുന്ന പ്രയോഗം നടത്തപ്പെടുന്നത്. അതിനുള്ള മറുപടി ആ സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ VS നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ വേണ്ടി വന്ന് വരട്ടാൻ നോക്കണ്ട എന്നതിനാണ് VS ആ സമ്മേളനത്തിൽ പറഞ്ഞതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതൊരു വസ്തുതയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്ക് 2012 സമ്മേളനത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത്. അത് കഴിഞ്ഞ് ആലപ്പുഴ സമ്മേളനത്തിൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച 2 പേരും പറഞ്ഞതുപോലെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കൂട്ടായിട്ടിരുന്ന് ചർച്ച ചെയ്യും. അതിനാണ് ഗ്രൂപ്പ് ചർച്ച എന്ന് പറയുന്നത്. ആ ചർച്ചയിൽ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ എന്തെല്ലാമാണ്, ഓരോരുത്തരും പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജില്ല മൊത്തമായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2-3 പേരെ അതിനെ ചുമതലപ്പെടുത്തും. അങ്ങനെ ചുമതലപ്പെടുത്തി വിട്ട എല്ലാ പ്രതിനിധികളും ആലപ്പുഴ സമ്മേളനം മിക്കവാറും സമ്പൂർണ്ണമായിട്ട് പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സമ്മേളനമാണ്. എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിന് തന്നെയാണ് മേധാവിത്വം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സമ്മേളനങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് VS-നെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ്. നല്ല വാക്കുകൾ ഉപയോഗിച്ചും ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ള വിമർശനങ്ങൾ. അതിനേക്കാൾ ഉപരി എനിക്ക് ആ സമ്മേളനം നിരീക്ഷിച്ച സമയത്ത് പിന്നീട് നമ്മളുടെ സഹാക്കളുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ തോന്നിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്. ആ സമ്മേളനത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഉടനീളം VS-നെ വധിക്കുകയായിരുന്നു. VS വധം എന്നൊറ്റ വാക്കുകൊണ്ടാണ് സഹാക്കൾ ആ പാർട്ടി സമ്മേളന റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തന്റെ പാർട്ടി, താൻ കെട്ടിപ്പടുത്ത പാർട്ടി, തന്റെ ജീവരക്തം നൽകിയ പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി VS-നെ മറ്റുള്ള പ്രതിനിധികളുടെ മുമ്പിൽ ഇരുത്തി വധിച്ചു. അങ്ങനെ വധിച്ചത് അത് സഹിക്കാൻ പറ്റാത്തവനാണ് VS ആ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ VS-ലുള്ള ഒരു കരുത്ത്, VS എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബയണറ്റിനാൽ കുത്തിക്കീറിയ കാലുകളാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായമായതുകൊണ്ട് തന്നെയാണ് ഓരോരോ നിമിഷങ്ങളിലും എന്ത് നിലപാടുകളാണ് എടുക്കേണ്ടത്, പാർട്ടിയിൽ എവിടെ വരെ പോകാം, എങ്ങനെയാണ് ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നതായിട്ടുള്ള ശത്രുക്കളായിട്ട് യുദ്ധം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് വിമതത്വം നടത്തി അതിശക്തമായിട്ട് നേതൃത്വത്തിന്റെ തെറ്റായിട്ട് വഴികളെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് നിൽക്കുകയും ചെയ്യുന്ന അത്യാപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറിത്തീർന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് VS-നെ കുറിച്ച് ഇങ്ങനെയിരുന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായത്. അല്ലെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഗൗരിയമ്മയെ പോലെയോ MVR-നെ പോലെയോ മറ്റ് പാർട്ടികളിൽ നിന്ന് ഇറക്കിവിടപ്പെട്ടതായിട്ടുള്ള നിരവധി നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് വെച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനെ ചർച്ച ചെയ്യാൻ, അദ്ദേഹത്തെ ഇരുത്തി നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായിട്ടുള്ള, അതേപോലെ തന്നെ 100 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടത്തിയ അനുഭവങ്ങളുടെ പരിചയമാണ്. ആ അനുഭവമാണ്, മറ്റൊരാൾക്കുമില്ല. ആ തീക്കാറ്റിൽ ഇവരെല്ലാവരും താർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ ഈ ഒരു വാക്ക് അത് ചിന്താ ജെറോമിനൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാണ് കേരള സമൂഹത്തിലുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലക്ക് മാത്രമല്ല, ഒരു തരത്തിലും അംഗീകരിക്കാത്ത, ഒരു മനുഷ്യനും വിലമതിക്കാത്തതായിട്ടുള്ള
ഒരാൾ പറയുന്ന ആ തരത്തിലുള്ള ഒരു അഭിപ്രായം കേട്ടിട്ട് പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് VS എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അതല്ല പ്രശ്നം. പാർട്ടി തന്നെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടിയുടെ റിപ്പോർട്ടായിട്ട് VSനെതിരായിട്ടുള്ള വിചാരണ കുറ്റപത്രം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല. ആ വേദന കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങിപ്പെട്ടാൽ സുരേഷ് ഗോപി അത് എഴുതിയപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറിക്ക് നേരെ എഴുതണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ ഒരു വ്യക്തിയിലേക്ക് അത് ഒതുക്കി. ശരി, അതുകൊണ്ട് വ്യക്തികളും അവർ പ്രയോഗിച്ച വാക്കുകളും മാത്രമായി ചുരുക്കാൻ കഴിയുന്ന ഒന്നല്ല. അവസാനത്തെ സമ്മേളനങ്ങൾ VS അച്യുതാനന്ദനെ എങ്ങനെ ടാർണിഷ് ചെയ്യാമെന്നതിന്റെ വലിയ ഡിസൈൻ പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അത് നമുക്ക് സാധാരണക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ടതുമാണ്. അല്ല സുരേഷ്, ഇപ്പൊ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്കാണ് അവിടെ ഉള്ളത്. അതല്ലാതെയും വലിയ ആക്ഷേപങ്ങൾ പല പ്രതിനിധികളും ഉന്നയിച്ചു എന്ന് കേൾക്കുന്നുമുണ്ട്. സത്യത്തിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ ആക്ഷേപങ്ങളും അതിനുപയോഗിച്ച വാക്കുകളും അതെല്ലാം പുറത്തു വന്നിട്ടില്ല എന്നാണോ VSനെ കുറിച്ച് അതിനകത്ത് നടന്നത്? തീർച്ചയായിട്ടും പല രൂപത്തിൽ. അതാ ഞാൻ പറഞ്ഞത്, ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മാത്രം കടിച്ചു തോന്നണ്ട, അതിനപ്പുറത്തേക്കും അതിന് മേലെയോ അതിൻ്റെ കീഴെയോ ആളുകളാകെ പിന്നെ അത് തിരുവനന്തപുരം സമ്മേളനത്തിലും അതുണ്ടായിരുന്നു. തിരുവനന്തപുരം സമ്മേളനത്തിലും അത്തരത്തിലുള്ളൊരു പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന ആലപ്പുഴ സമ്മേളനത്തിലും അത്തരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ VSനെ പോലൊരു മനുഷ്യന് ആർക്കായാലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവിടെ നടന്നത്. VS അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഈ ചെറുവാല്യക്കാർ വന്ന് VSനെ ഇങ്ങനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ഇറങ്ങി വന്ന് അദ്ദേഹം കുറേ നേരം ആലപ്പുഴയിലെ വീട്ടിലിരുന്ന് പിന്നെയാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത്. VSൻ്റെ അപ്പോഴത്തെ ഒരു മൂഡ്, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, VS വലിയ സമരപഥങ്ങൾ കടന്നു വന്ന ഒരാൾ, ചെറിയ വിമർശനങ്ങളിൽ തളർന്നു പോകുന്ന ആളെയല്ല. പക്ഷെ അദ്ദേഹം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നതിൽ വല്ലാത്ത ഒരു തരം വിഷമാവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ സുരേഷ്? എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ്? എന്താണ്? തീർച്ചയായിട്ടും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. മനോവിഷമം നന്നായിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും അദ്ദേഹം അത് വെളിപ്പെടുത്തുകയോ സംസാരിക്കുകയോ ആരോടും ചെയ്തിട്ടില്ല. പക്ഷെങ്കിലും അദ്ദേഹത്തിനുണ്ടായ മനോവിഷമം കുറച്ചായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്തരം ആളുകൾ പറയുന്നതും ഒക്കെ സംഘടിതമായ ആക്രമണമായിരുന്നു. ആശയപരമായ വിമർശനം ആർക്കും സഹിക്കാൻ പറ്റും. പക്ഷെ സംഘടിതമായ വ്യക്തിപരമായ ആക്ഷേപം ഒരു പക്ഷേ ആർക്കും സഹിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും VSന് നല്ല വിഷമമുണ്ടായിരുന്നു ആ കാര്യത്തിൽ. ശരി, NM BSN ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ചല്ലോ, VS അച്യുതാനന്ദനെതിരെ ഒരു വലിയ ആസൂത്രണം ഉണ്ടാകുന്നു. പരമാവധി ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുന്നു. തിരുവനന്തപുരത്തും ആലപ്പുഴ എത്തിയപ്പോൾ വിമർശനം മാത്രമായി ആ സമ്മേളനത്തിൻ്റെ അജണ്ട എന്ന് കടത്തി പറഞ്ഞാലും തെറ്റുണ്ടാവുമെന്ന് തോന്നില്ല. VSന് മനസ്സിലാവുന്നു ഇനി ഇരുന്നിട്ട് കാര്യമില്ല, അദ്ദേഹം ഇറങ്ങിപ്പോരുന്നു. ഞാൻ ചോദിക്കുന്നത്, ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ VS പാർട്ടിയും തമ്മിൽ ഒരുതരം ജൈവികമായ ഉണ്ടായിരുന്ന അടുപ്പമില്ലാതാവുകയും പിന്നീടുണ്ടാകുന്നത് സാങ്കേതികമായ ഒരു കണക്ഷൻ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു. പാർട്ടി ഏതാണ്ട് VSനെ വിട്ടമട്ടിൽ, തിരിച്ച് ഈ പാർട്ടി സെറ്റപ്പിനെ VSും വിട്ടമട്ടിൽ ആയിരുന്നോ കാര്യങ്ങൾ? ഞാൻ കുറച്ച് അങ്ങനെ ആയി ചോദിക്കുകയാണ്. അല്ല, പാർട്ടിയോട് അദ്ദേഹത്തിന് ഒരു അന്യവൽകൃതമായിട്ടുള്ള മനസ്സായ, എന്നുവെച്ചാൽ അന്യവൽക്കരണം, ഏലിയനേഷൻ എന്ന് പറയുന്നത് മാർക്സിയൻ പ്രിൻസിപ്പിളിന്റെ ഒരു പാർട്ടാണ്. അങ്ങനെ ഒരു സംഭവം VSൽ ഉണ്ടായില്ല. കാരണം VS അവിടെ നിന്ന് അതിശക്തമായിട്ട് പ്രതിഷേധിച്ച് ഇറങ്ങി വരികയാണ് ചെയ്തത്. VSന് പക്ഷെ അറിയാം VSനെ അങ്ങനെ പുറത്താക്കാനായിട്ടുള്ള ശേഷിയൊന്നുമുള്ള പാർട്ടിയല്ല കേരളത്തിലെ പാർട്ടി എന്നുള്ളത്. അതും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയ കാര്യമാണ്. മാത്രമല്ല, ഈ പാർട്ടി വെല്ലുവിളിച്ച് പുറത്തിറങ്ങി നിന്നിട്ട് ഒരു കാര്യവും ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതും അതിക്ക് മുമ്പ് നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ VS കൃത്യമായിട്ട് തിരിച്ചറിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MBR എത്രയോ ശക്തനായിട്ടുള്ള നേതാവ്, KR ഗൗരിയമ്മ എത്രയോ ശക്തമായിട്ടുള്ള നേതാവ്. കേരളത്തിലെ സർവ്വ ആളുകളും സർവ്വ ജീവജാലങ്ങളും പോലും KR ഗൗരിക്ക് വേണ്ടിയിട്ട് മുഷ്ടി ചുരുട്ടാനായിട്ട് തയ്യാറായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ KR ഗൗരിക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് VSനറിയാം. VSനൊക്കെ അതിൽ പങ്കുണ്ട്, അവരൊക്കെ പുറത്തു പോകുന്നില്ല. അത് മറ്റൊരു കാര്യമാണ്. അത് ഈ പാർട്ടിയുടെ ചട്ടക്കൂടിന്റെ ഇതിന്റെ സ്വഭാവ സവിശേഷതയുടെ പ്രത്യേകതയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയാം. പക്ഷെ ഇതൊക്കെ മുഴുവൻ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമായിട്ടുള്ള കരുത്ത് അച്യുതാനന്ദനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്ത് പ്രതിഷേധം പ്രകടമാക്കി പിന്നീട് ആ പാർട്ടിക്ക് പുറത്തു പോകാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ പാകപ്പെടുത്തി പിന്നീട് എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്കും പ്രവർത്തനത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിന് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞത് മാധ്യമങ്ങൾ തന്നെയാണ്. കാരണം ജനങ്ങളുമായിട്ട് നേരിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് മീഡിയ വണ്ണോടല്ല അദ്ദേഹം സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ്. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഓരോ വിഷയത്തിലും അദ്ദേഹം ഇടപെടുന്നത്. അങ്ങനെ ഓരോ വിഷയം കണ്ടെത്തി 21ാം നൂറ്റാണ്ടിൽ എന്തായിരിക്കണം ഇടതുപക്ഷം അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത്തരം വിഷയങ്ങളിലേക്ക്, അത് പരിസ്ഥിതി വിഷയമായി കഴിഞ്ഞാലും സ്ത്രീ വിഷയമായി കഴിഞ്ഞാലും അതേപോലെ തന്നെ അഴിമതിയായി കഴിഞ്ഞാലും അതിനെ എങ്ങനെ നേരിടണം എന്ന് കൃത്യമായിട്ട് സ്വയം പഠിച്ചും മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചും ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച്
വളരെ പ്രതിഭാതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പരകായ പ്രവേശമാണ് യഥാർത്ഥത്തിൽ അതിനുശേഷം സംഭവിച്ചിട്ടുള്ളത്. ആ VS ആണ് ഇന്ന് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള മഴ പെയ്യും പോലെ ജനങ്ങളെ ഒഴുക്കിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ അരികിലേക്ക് എത്തിച്ചത്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വലിയൊരു ഭൂമികയാണ്, വലിയൊരു പാഠമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ച് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ച ശക്തികൾക്കെതിരെ അതിശക്തമായിട്ട് പോരാടുകയും അവരെ മുഴുവൻ തരിപ്പണമാക്കുകയും VS ഇല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന് പോലും നിലനിൽപ്പില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും തന്റെ രാഷ്ട്രീയ അനുഭവത്തെയും തന്റെ വിപ്ലവ ബോധത്തെയും വളരെ വ്യക്തമായിട്ട് സങ്കലനം ചെയ്ത അത്യപൂർവമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറിത്തീരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത് കാണാതിരുന്നിട്ട് കാര്യമില്ല. അല്ല, റെജി ലൂക്കോസ് അത് കേൾക്കുന്നത് VS അച്യുതാനന്ദനെ വിമർശിക്കാനുള്ള വേദികയാക്കി 2 സമ്മേളനങ്ങളെ മാറ്റുകയാണ്. കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെ, ഈ ചെറുവാല്യക്കാരെ, പുകഴ്പാട്ട് സംഘത്തെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് VS-നെതിരെ ആക്ഷേപ ശരങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നു. വർക്കിംഗ് റിപ്പോർട്ടിൽ തന്നെ VS-നെതിരെ വലിയ വാചകങ്ങൾ എഴുതി വെക്കുന്നു. അദ്ദേഹം പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്താക്കി വർത്തമാനം പറയാൻ പോലും മടിച്ചില്ല പാർട്ടി സെക്രട്ടറി എന്ന് കാണുക. പൊതുസമ്മേളനത്തിൽ VS-ന്റെ സമരകാലത്തെ ആക്ഷേപിക്കുന്ന നില എടുക്കുക, പബ്ലിക്കായി എടുക്കുക, ഇത്രയും ഒക്കെ ചെയ്തല്ലോ. അത് ആ പാർട്ടിയുടെ ഈ സംഘടനാ പ്രവർത്തനം, അതിൻ്റെ സമ്മേളന കാലം വല്ല ഗുണവും ചെയ്തിട്ടുള്ള സംഗതിയാണോ? VS-നെ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല, ദുർബലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ മെക്കാനിസത്തെ ആരോഗ്യപരമാക്കുന്നതിനാണല്ലോ ഇത്തരം ചർച്ചകളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവുക. വല്ല ഗുണവും ഉണ്ടായോ? വിമർശനത്തിൻ്റെ വലിയ വർത്തമാനം പറഞ്ഞവർക്ക് വലിയ പദവികൾ കിട്ടിയെന്ന് ഒഴിച്ചു നിർത്തിയാൽ CPM-ന് വല്ല ഗുണവും ഉണ്ടാക്കിയ ഏർപ്പാടാണോ ഈ നടന്ന സമ്മേളനങ്ങളുടെ കാര്യം എടുത്താൽ നടന്നതൊക്കെയും? അല്ല, CPM-ന് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് CPM-ന് എന്ത് ഗുണം കിട്ടിയെന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ഒരു വ്യക്തിയല്ല പാർട്ടി എന്നുള്ള, CPM എന്നൊരു പാർട്ടിയാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം. എനിക്ക് അല്പസമയത്താണ് എന്നോട് വൈകിയ ചോദ്യവുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ CPM-നെ മുൻനിർത്തിക്കൊണ്ട് VS-നെ മുൻനിർത്തിക്കൊണ്ട് CPM-നെ ഓങ്ങാൻ ഉള്ള ഈ വടി നിങ്ങൾ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പോട്ടൊന്ന് പുറകോട്ട് സഞ്ചരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ വേട്ടയാടിയിട്ടുള്ളത് സാക്ഷാൽ VS അച്യുതാനന്ദനെയാണ്. 2 പ്രഭാതക കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, വെട്ടിനിരത്തൽ എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ കുട്ടനാടിലെ കാർഷിക നിലകൾ ചിലർ കവർ നടത്തപ്പോൾ CITUവിൻ്റെ നേതൃത്വത്തിലും CPM-ൻ്റെ നേതൃത്വത്തിലും ഇടതുപക്ഷ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അത് തിരിച്ചെടുക്കാൻ നടത്തിയ ശ്രമം VS-നെ നേതൃത്വം നടത്തിയപ്പോൾ VS ഒരു നശീകരണ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണെന്നും വെട്ടിനിരത്തൽ എന്ന് പറഞ്ഞ വാക്ക് കേരളത്തിൽ കൊണ്ടുവന്നു കേരളത്തിലെ പ്രമുഖമായ മാധ്യമങ്ങളാണ്. അതിനെ തുടർന്ന് ഒരു കേരളത്തിലെ പ്രമുഖമായ ദിനപത്രം, നിഷാദ് ഓർമ്മയിലുണ്ടെന്ന് എൻ്റെ പ്രതീക്ഷ, കേരളത്തിലെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെയും DC-യുടെയും ബ്രാഞ്ച് കമ്മിറ്റിയുടെയും ഓഫീസുകൾ മുഴുവനും നടന്ന് പരമ്പര തയ്യാറാക്കി. കുറ്റ്യാടിയിൽ എങ്ങും കിട്ടാവുന്ന കുറ്റ്യാടിയിലെ ഒരു ഓഫീസിനെ കുറിച്ച് ഒരു കള്ളക്കഥ എഴുതി, ഇത് പിടിച്ചെടുത്ത സ്ഥലമെന്ന് പറഞ്ഞ് രേഖയില്ലെന്ന്. പിറ്റേ ദിവസം പാർട്ടി അതിൻ്റെ വില്ലേജ് ഓഫീസിൽ നിന്ന് അതിൻ്റെ പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ആ രേഖകളെല്ലാം പുറത്തു വിട്ടപ്പോൾ ആ മാധ്യമം അതോടുകൂടി ആ പരമ്പര നിർത്തി. ഇനി മൂന്നാറിലേക്ക് വരാം. മൂന്നാർ വിഷയത്തിൽ VS-നെ വേട്ടയാടിയില്ലേ? മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വന്ന അന്ന് മുതൽ മൂന്നാറിലെ VS കേരളത്തിൻ്റെ വികസനത്തെ തടയുന്ന നശീകരണത്തിൻ്റെ വ്യക്താവെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ, അന്ന് ചാനലുകളൊന്നും അറിയില്ല, വേട്ടയാടിയില്ല. നിങ്ങൾക്ക് പറക്കാൻ പറ്റുമോ? അതേ VS അച്യുതാനന്ദൻ അതോടുകൂടി ഇവർ വേട്ടയാടുമ്പോഴും ഈ മാധ്യമങ്ങൾ വേട്ടയാടുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുമായിരുന്നു. കാരണം എന്തുകൊണ്ടാ? അദ്ദേഹം ചെയ്ത ശരികളുടെ പേരിൽ അദ്ദേഹത്തിന് പാർട്ടി നൽകിയ പിന്തുണ മൂന്നാർ വിഷയത്തിലോ അല്ലെങ്കിൽ ഈ വെട്ടിനിരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളാകെ എതിർത്തു, പിന്തുണച്ചത് പാർട്ടി, ജനങ്ങൾ എന്നാണോ പറയുന്നത്? മൂന്നാർ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്? മാധ്യമ വാർത്തകൾ കൊണ്ടാണോ? മൂന്നാർ ഓപ്പറേഷൻ ഞാൻ ആ മൂന്നാർ ഓപ്പറേഷൻ ഇറക്കുമ്പോൾ ഞങ്ങളവിടെ പോയി ഇത് കണ്ട സാധനമാണ് ഇത് വെട്ടിനിർത്തുന്നത്. അതായത് അനധികൃതമായിട്ട് കയ്യേറ്റം നടത്തിയ ഒരു ഹോട്ടലും അതുപോലുള്ള സാധനങ്ങൾ അത് ധൈര്യപൂർവ്വം സുരേഷ് എന്ന് പറയുന്ന IAS ഓഫീസറുടെ നേതൃത്വത്തിൽ അവിടെ പോയി തിരിച്ചെടുക്കാൻ ശ്രമം നടത്തിയപ്പോൾ പിറ്റേ ദിവസം രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ നിരത്തിയ വെണ്ടക്കായകൾ നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ടെന്ന് വായിച്ചു നോക്കെ. VS-നെ വേട്ടയാടുന്നതിന്റെ ചരിത്രങ്ങൾ അതിൽ VS-നെ വിമർശിച്ചത് എന്തായിരുന്നു? ഇടുക്കി DC-യുടെ നിലപാട് എന്തായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തലോടലിൽ വളർന്ന് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു നേതാവല്ല. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഇവിടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമുക്ക് വളരെ ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാ. അല്ല നിഷാദെ, മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലോ. ഞാനെന്ന് പറയട്ടെ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ വേണ്ടി വാദിക്കാനായിട്ട്.
CPM ഇപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് വി എസ് ആരോഗ്യം അല്ല അദ്ദേഹം വിശ്രമ ജീവിതത്തിൽ കടന്ന കാലം മുതൽ പ്രതികരിക്കാൻ പറ്റാത്ത സമയം മുതൽ വി എസിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ നടന്ന ഒരു പാർട്ടി സമ്മേളനമല്ല, ഒരു പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ക്ലിപ്പിംഗ്സ് എൻ്റെ അടുത്തിപ്പോഴുണ്ട്, എന്താ പറഞ്ഞത്, എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിനെ ആക്ഷേപിക്കാൻ ആരും തയ്യാറാകരുതെന്ന് വാണിംഗ് കൊടുത്ത ഒരാളാണ് മാധ്യമപ്രവർത്തകർ മുഖത്ത് നോക്കി വി എസ് അച്യുതാനന്ദൻ. ആ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് 2012 ഞാൻ സുരേഷ് കുറുപ്പിനെ ഒന്ന് കോട്ട് ചെയ്തോട്ടെ, ഇന്ന് അതാണല്ലോ ചർച്ചാ വിഷയം. ബഹുമാനപ്പെട്ട കുറുപ്പ് സാറ് 2012 എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അദ്ദേഹം സംസ്ഥാന സമ്മേളന പ്രതിനിധിയായിരുന്നു. ഇന്ന് മാതൃഭൂമി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് അവിടെ വെച്ചൊരു നേതാവ്, ഇനി സ്വരാജിൻ്റെ പേര് പറയണ്ട, ഇത് പറഞ്ഞു. ഇപ്പോൾ 2015 ആലപ്പുഴ സമ്മേളനത്തിലും ഒരു പെൺകുട്ടി ഇത് പറഞ്ഞത് അത് എഴുതിയപ്പോൾ അത് പറയാഞ്ഞ് ഈ പറയുന്ന പെരുപ്പങ്കോട് മുരളി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട വ്യക്തി എഴുതിയ ലേഖനം അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ശരിവെക്കാതിരുന്നത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ജീവിച്ചിരിക്കില്ലാത്ത വി എസിനെ കോട്ട് ചെയ്തുകൊണ്ട് എന്തും പറയാം. അതാ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നമുക്കറിയാമല്ലോ, അഭിപ്രായ വ്യത്യാസം ഒന്നും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് മലയാളികളോടല്ലേ? നമുക്ക് വി എസ് അച്യുതാനന്ദൻ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് എന്റെ മേൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ തന്നെ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുന്നല്ലേ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ. അയാൾ എനിക്കെതിരെ എന്തോ നടപടി എടുക്കുമെന്ന് പറയുന്നത് കേൾക്കുന്നു എന്ന് പിണറായി വിജയനെതിരെ പരസ്യമായി പറഞ്ഞയാൾ വി എസ് അച്യുതാനന്ദൻ നമ്മൾ കേട്ടതല്ലേ. പിന്നെയും എന്തെല്ലാം വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ മാധ്യമങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം വെറുതെയാണ്, മാധ്യമങ്ങൾ എന്തോ ഉണ്ടാക്കി എന്നൊക്കെ ആളുകൾക്ക് നല്ല ഓർമ്മയില്ലേ? പ്രത്യേകിച്ച് വി എസ് മരിച്ച സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പഴയ സംഗതികളെല്ലാം വീണ്ടും റീസർഫ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ മാധ്യമങ്ങളുടെ എന്തോ പൂതിയാണെന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണോ ശ്രീ റെജി ലൂക്കോസ്? ഞാൻ ചോദിക്കുന്നത്, വി എസിനെ ആക്ഷേപിക്കാനും വി എസിനെ കോർണർ ചെയ്യാനും ടാർണിഷ് ചെയ്യാനും എടുത്ത പണിയുണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നല്ലേ കണ്ടത്. ആകെ അതിൽ അതിവാചകങ്ങൾ പറഞ്ഞ യുവ നേതാക്കൾക്ക് വലിയ പദവികൾ കിട്ടിയെന്ന് ഒഴിച്ചു നിർത്തിയാൽ വി എസിനെ തൊടാൻ പറ്റിയോ ഈ പറയുന്ന പുങ്കവന്മാർക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ആ ചോദ്യം കേട്ട് അതിനുള്ള മറുപടി ഏകദേശം ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനെ ആക്ഷേപിച്ചവർക്ക് ഉന്നത പദവി കൊടുത്തു പറഞ്ഞാൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നതും കേരളത്തിലെ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരും കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ ഇരിക്കുന്നവരല്ല ഈ വി എസ് അച്യുതാനന്ദനെ ആക്ഷേപിച്ചതിന് പേരിലാണ് വന്നത്. എത്ര ചെറിയ രീതിയിലാണ് നിങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നത്? നിങ്ങൾ ഏത് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്? കൊച്ചുകുട്ടി, ഇതും നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളോടല്ലേ? അവിടെ ആ പൊസിഷൻ ഇരിക്കുന്നവരെല്ലാം വി എസ് അച്യുതാനന്ദനെ വേട്ടയാടുന്നുള്ളതിന്റെ പേരിലാണോ അവർക്ക് ആ പൊസിഷൻ കിട്ടുന്നത്? പേടിയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ഔദ്യോഗിക പക്ഷത്തെ വലിയ ആളുകൾക്ക് അപ്രീതി ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ട്. ഞാൻ അതിലേക്ക് വരാം. സുരേഷ്, ഈ ആലപ്പുഴ സമ്മേളനത്തിന്റെ കാര്യമാണ് താങ്കൾ അവസാനം പറഞ്ഞത്. ആലപ്പുഴ സമ്മേളനത്തിൽ വലിയ ആക്ഷേപം വി എസിനെതിരെ ഉണ്ടായി, അദ്ദേഹം ഇറങ്ങിപ്പോരുന്നു. ആ ഇറങ്ങിപ്പോക്ക് ഒരു വലിയ മാനസിക അകലം പാർട്ടി സെറ്റപ്പുമായി സൃഷ്ടിച്ചുകൊണ്ട് ഇറങ്ങി വരികയായിരുന്നു അദ്ദേഹം. അല്ല, പാർട്ടിയായിട്ട് ഒരിക്കലും വി എസ് മാനസികമായിട്ട് പാർട്ടിയായിട്ട് അകന്നിട്ടില്ല. കാരണം വി എസ് പൊക്കിൾക്കൊടി ബന്ധം എപ്പോഴും പാർട്ടിയായിട്ടുണ്ടായിരുന്നു. കാരണം വി എസ് ഉണ്ടാക്കിയ പാർട്ടിയാണ്. പക്ഷേ പാർട്ടി നേതൃത്വം വി എസിനെ ആക്ഷേപിക്കുന്നതും കമ്മിറ്റികളിൽ ഈ പറഞ്ഞ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിട്ട് അദ്ദേഹം ഒരിക്കലും പാർട്ടി വിട്ടൊരു അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. ശരി, ഞാൻ ചോദിക്കുന്നത്, അതായത് പാർട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് എത്തുന്നുള്ളത് പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ എന്താണ് വിമർശനമാണ്. വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് പാർട്ടി സംഘടന, അതിനകത്തുള്ള നേതാക്കൾ, അതിൻ്റെ കമ്മിറ്റികൾ, അതിനോട് ആക്സസ് ഇല്ലാത്ത പ്രശ്നം, അതിൽ തനിക്ക് സംസാരിക്കാൻ ആരുമില്ല എന്ന ഒരു നില ഉണ്ടായിട്ടുണ്ടോ? ആ നിലയ്ക്കുള്ള ഒരുതരം ഒരൊറ്റപ്പെടൽ? ഇല്ല, അദ്ദേഹം ഇവിടെ എന്ത് വിഷയങ്ങളുണ്ടാവുകയാണെങ്കിലും കേന്ദ്ര കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എപ്പോഴും അദ്ദേഹം എപ്പോഴും കേന്ദ്ര കമ്മിറ്റി PBയിലും വിശ്വാസം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം യെച്ചൂരിയും വി എസ് ആയിട്ടുള്ള ബന്ധം. യെച്ചൂരി വളരെ വാത്സല്യത്തോടുകൂടി വി എസിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ യെച്ചൂരി വി എസ് എപ്പോഴും ആശ്രയിക്കുന്ന ഒരു ലീഡർഷിപ്പിൽ യെച്ചൂരിയാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള വിഷയങ്ങൾ യെച്ചൂരിയുടെ ശ്രദ്ധയിൽ അദ്ദേഹം എപ്പോഴും പെടുത്തുമായിരുന്നു. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. ശരി, ഞാൻ ചോദിക്കുന്നത്, വി എസ് ഇപ്പം അവിടെ നടക്കുന്ന ഈ വിമർശനങ്ങളുണ്ടല്ലോ, ആ വിമർശനങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് എടുത്തതെന്നാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? അത് ഈ വ്യക്തികൾ നടത്തുന്ന കേവല പ്രയോഗങ്ങൾ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് വരുന്ന വഴിയും അതിൻ്റെ ആസൂത്രണവും അതിൻ്റെ കേന്ദ്രീകൃതമായ സംവിധാനവും അതിനെക്കുറിച്ചൊക്കെ നന്നായി ധാരണയുള്ള ആളായിരുന്നു അദ്ദേഹം. ഈ വ്യക്തികളെ അങ്ങനെ എടുത്തിരുന്നില്ല എന്നാണോ തോന്നിയിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും അതിപ്പോൾ ഉൾപാർട്ടി ചർച്ചകളാണ്. അപ്പം നമുക്ക് പ്രാപ്യമല്ല അത്തരം കാര്യങ്ങൾ. സ്വാഭാവികമായിട്ട് ചില കമ്മിറ്റികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വി എസ് വളരെ വിഷണ്ണനായിരുന്നു. അത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ്.
അപ്പം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങൾ അക്കാര്യത്തിലുണ്ടായിരുന്നു. ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളിൽ ഏകപക്ഷീയമായ ആക്രമണം നടക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു എന്ന് എനിക്ക് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ ആലപ്പുഴയ്ക്ക് ശേഷമുള്ള വി എസിന്റെ ഒരു മൈൻഡ് എന്തായിരുന്നു? അദ്ദേഹം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അകത്ത് നടന്ന വിമർശനം, പുറത്ത് വി എസ് അച്യുതാനന്ദനെതിരായിട്ട് നടത്തുന്ന പ്രസംഗത്തിൽ പിണറായി വിജയൻ പരിധി കടന്ന് പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ബയണറ്റ് കുത്തലിനെ കുറിച്ച് പോലും നടത്തിയിട്ടുള്ള ആക്ഷേപം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. സോ അത് വി എസിനെ വല്ലാതെ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നടക്കുന്ന ഒന്ന്, അദ്ദേഹത്തിൻ്റെ സമരകാലവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, ഇത് അദ്ദേഹത്തെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തിരുന്നോ? വി എസ് വല്ലാതെ വിഷമിച്ചിരുന്നു. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങൾ ഈ പറയുന്ന പോലെ കടുത്ത ഒരു നിലപാടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. മറ്റു പലരും അദ്ദേഹത്തോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഒരു കടുത്ത നിലപാടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു. ഈ പാർട്ടിയിൽ തിരുത്തൽ ഉണ്ടാവുമെന്ന് എപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് സഖാവ് വി എസ്. കാരണം കേന്ദ്ര കമ്മിറ്റിയെ അദ്ദേഹം എല്ലാ സമയത്തും എല്ലാ കാലത്തും ഈ സംസ്ഥാനത്തിലെ വിഷയങ്ങൾ വരുമ്പോൾ ആശ്രയിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കത്തായിട്ടും നേരിട്ട് കമ്മിറ്റിക്കകത്ത് പറഞ്ഞിട്ടായാലും അത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നും അവിടെ നിന്നൊരു തിരുത്തലുണ്ടാവുമെന്ന് എപ്പോഴും വി എസ് പ്രതീക്ഷിച്ചിരുന്നു. ഇതിനകത്തിപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വലിയ സമരജീവിതത്തെക്കുറിച്ച്, അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരുപാട് പേരെ, യുവാക്കളും അല്ലാത്തവരെയൊക്കെ നമ്മൾ പാർട്ടിയിൽ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ വി എസിനെ മാരകമായി ആക്രമിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അത്. അതിൽ തന്നെയും ചില ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് വിമർശിച്ചവരാണ്, ചില ആളുകൾ അദ്ദേഹവുമായി ഒരു ബന്ധമുണ്ടാക്കുന്നവരും ഭയപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്, അല്ലേ സുരേഷ്? അല്ല, ഒരു രസം എന്താ വെച്ചാൽ വി എസിൻ്റെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തായാലും അല്ലാത്ത സമയത്തായാലും വി എസിൻ്റെ അടുത്ത് സ്നേഹമുള്ള ആളുകൾ പോലും വി എസിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാനോ ഇടപെടാനോ ഭയന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. കാരണം അവർക്കൊരു നെഗറ്റീവ് മാർക്ക് വീഴുമെന്നും അവർ വന്ന് വി എസിനെ കണ്ടാൽ അത് മറ്റാളുകളുടെ ആരുടെയൊക്കെയോ ചെവിയിലെത്തുമെന്നും അതുവഴി തങ്ങളുടെ ഭാവിയിൽ ഒരു വിള്ളലുണ്ടാവുമെന്നും പിന്നെ കരുതിയിരുന്ന ഒരു പറ്റം ആളുകൾ, അത് യുവാക്കളായാലും മറ്റ് മുതിർന്ന ആളുകളായാലും അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം രഹസ്യമായിട്ട് എന്നോട് പലരും പറയാറുണ്ട് വി എസിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിവൃത്തിയില്ല എന്ന നിലയ്ക്ക് വളരെ വിഷമത്തോടെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജീവിച്ചിരുന്നപ്പോൾ അടുക്കാൻ പേടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ വലിയ വാക്കുകൾ പറയുന്നവരെന്ന് വേണമെങ്കിലും പറയാം. അല്ല, അത് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ നിഷാദ് അവരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ അത്തരം ഇവിടെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം CPIM ചരിത്രത്തിലെ അസാധാരണത്വം നിറഞ്ഞ സമാനതകൾ മുമ്പോ അതിനുശേഷമോ ഇല്ലാത്ത ചില ജനകീയമായ ഒരു ബദലുണ്ടാക്കിയ ഒരാൾ. അതിൻ്റെ ഇരുമ്പ് കേട്ടൺ, അതിനകത്ത് ഏകശിലാത്മകത, അതിന് കുറുകെ ഒരു വര വരച്ചിട്ട് അവിടെ ജനങ്ങളെ അണിനിരത്തി അതിൻ്റെ നടുവിൽ നിന്ന ആളാണല്ലോ അദ്ദേഹം. പിണറായി വിജയൻ വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ ചിതക്ക് തീ കൊളുത്തതിന് ശേഷം നടക്കുന്ന യോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വി എസ് മുന്നോട്ട് വെച്ച ആശയവും വി എസ് മുന്നോട്ട് വെച്ച സമര വഴിയും കൂട്ടായ പരിശ്രമത്തിലൂടെ അതിൻ്റെ തുടർച്ച ഏറ്റെടുക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട് എന്ന്. സത്യത്തിൽ വി എസ് കൊണ്ടുവന്ന ഒരു സംഗതി, വി എസിൻ്റെ ഒരു പ്രവർത്തന സംസ്കാരം, വി എസ് മുന്നോട്ട് വെച്ച ആശയം എന്നിവ CPMനെ വീണ്ടും പോപ്പുലറൈസ് ചെയ്യുന്നതിൽ ഗുണം ചെയ്ത ഒന്നാണ്. CPMനോട് കമ്മ്യൂണിസ്റ്റ് ആശയത്തോടെ ആളുകൾക്ക് അടുപ്പം ഉണ്ടാക്കിയതിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉറപ്പാക്കാൻ പാർട്ടിക്ക് പറ്റൂല, അത് അവിടെ അവസാനിച്ചില്ലേ? അല്ല, അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി കൂട്ടായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളർച്ചയും വികാസം വേണം എന്ന് കരുതിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി എസിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ തുടർച്ച അത് പാർട്ടിയിൽ വേണം എന്ന് കരുതും എന്നാണ് ഞാൻ രാഷ്ട്രീയമായി ചിന്തിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി എസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിരന്തരമായി നടത്തിയ ഒരുപാട് ഓപ്പറേഷൻസ്, ആ ഓപ്പറേഷൻസ് എന്ന് പറയാൻ പറഞ്ഞത് ഒരു വിഭാഗത്തിനെതിരെ മാത്രമല്ല, എല്ലാ വിഭാഗത്തിനെതിരെയും കുറെ കാലങ്ങളായിട്ട് പാർട്ടിക്കകത്ത് നടക്കുകയും ഒരുപാട് ആളുകൾ അതിന്റെ ഫലമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ വിശദീകരണങ്ങളോ ചർച്ചകളോ ഒന്നും ഒരു സ്ഥലത്തും ആരും നടത്തുന്നില്ല. ഇപ്പോഴെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ കേന്ദ്രമാക്കി നിർത്തി പിണറായി പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരി, അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രവർത്തനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതല്ല ഇടതുപക്ഷ രാഷ്ട്രീയം എന്നതായിരുന്നു വി എസ് മുന്നോട്ട് വെച്ചിരുന്നതായിട്ടുള്ള ബദൽ. ഈ ബദൽ ഇന്ന് ഏറ്റെടുക്കാനും അതിന്റെ തുടർച്ച മുന്നോട്ട് കൊണ്ടുപോകാനും അതിനകത്ത് ആളില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് വി എസ് വലിയൊരു സ്മാരകമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സ്മാരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർസിയൻ പ്രാക്സിയുടെ എന്ന് വെച്ചാൽ മാർസിയൻ പ്രയോഗത്തിന്റെ തന്നെ കേരളത്തിലെ ഒരു പ്രതീകമായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ഓരോരോ വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പുതിയ കാലമാണ്, ശരിയാണ്. പുതിയ കാലത്ത്
വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷേ ഈ പുതിയ കാലത്ത് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പരിഹരിക്കാനുമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്കാണ് ഇടതുപക്ഷത്തെ കാണേണ്ടത് എന്നതാണ് VS തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കേരളത്തെയും ലോകത്തെയും ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ച്. നമുക്കറിയാം അഴിമതിയുടെ കാര്യത്തിൽ, ഞാനത് ഒന്നും വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ത്രീ വിമോചനത്തിന്റെ കാര്യത്തിലും പോരാട്ടത്തിന്റെ കാര്യത്തിലും അദ്ദേഹം എടുത്ത നിലപാടുകൾ, പരിസ്ഥിതി സംരക്ഷണം, അത് 21ാം നൂറ്റാണ്ടിലെ ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. അത് ഈ പാർട്ടി മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ പാർട്ടിക്ക് VS നൽകിയ പൈതൃകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. VSനെ കുറിച്ച് വലിയ തരത്തിൽ ആഘോഷപൂർവ്വം സംസാരിക്കുകയും വലിയ തരത്തിൽ അതിന്റെ ഓർമ്മ പുതുക്കൽ സമ്മേളനം, എനിക്ക് തോന്നുന്നൊരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന നടത്താൻ പോവാണെങ്കിൽ ആ ഓർമ്മ പുതുക്കൽ സമ്മേളനങ്ങളുടെയൊക്കെ പ്രസക്തി എന്തായിരിക്കണം? VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തെയാണ് പ്രത്യുൽപാദനം നടത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് സ്ഥാപിച്ചെടുക്കലാണ്. അത് നടത്താതെ എന്തിനാണ് പിന്നെ ആ ഓർമ്മ പുതുക്കൽ നടത്തുന്നത്? അതൊരു മാർക്കറ്റിംഗ് പ്രോസസ് മാത്രമായിട്ട് മാറിത്തീരും. VS ഉന്നയിച്ച രാഷ്ട്രീയം, VS പ്രയോഗിച്ച രാഷ്ട്രീയം, VS അനുഭവിച്ച രാഷ്ട്രീയം, ആ അനുഭവിച്ച രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കൾ എന്നാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിൽ പ്രക്രിയകളായിട്ട് നടന്നു പോകുമ്പോൾ അത് യഥാർത്ഥമായിട്ട് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്രിയയായിട്ട് മാറിയില്ല എങ്കിൽ നമ്മൾ പറയും അത് വെറുതെ മാർക്കറ്റിംഗ് പ്രോസസ്സാണ് എന്ന്, അതൊരു ഷോ ബിസിനസ് ആണെന്ന്. അങ്ങനെയല്ല VSന്റെ പ്രവർത്തനങ്ങളായിരുന്നു. അപ്പൊ VSന്റെ പൈതൃകത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ പ്രത്യുൽപാദനം നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടിയും പാർട്ടിയുടെ സ്വരൂപവും മാറിത്തീരേണ്ടതുണ്ട്. അത് തെളിയിക്കലാണ് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ CPM എന്ന് പറയുന്ന പാർട്ടി ചെയ്യേണ്ടത്. അത് ഒരു കാര്യം കൂടി അതിനകത്തുള്ളത് പ്രിയസൻ, താങ്കൾ തന്നെ ഈ ചർച്ചയിൽ സംസാരിച്ചു തുടങ്ങിയത് CPIM-നകത്തെ ആഭ്യന്തര രാഷ്ട്രീയ ശൈഥില്യങ്ങൾ, അതിൽ ഓരോ ഭാഗത്തു നിന്ന് തേരി തെളിച്ച ആളുകൾ, അവരവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ വെട്ടിനിരത്തലുകൾ എന്നിവയുടെ ചരിത്രം CPM-നുണ്ട്. അതിലൊരു ഭാഗത്ത് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ കാർക്കശ്യക്കാരനുമായിരുന്നു. അപ്പോൾ CPM-ൽ നിന്നല്ല പല പാർട്ടികളിലും അങ്ങനെ പലതരത്തിലുള്ള ആഭ്യന്തരമായ സംഘയുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ VS ആക്രമിക്കപ്പെട്ടു, ഒരു ഘട്ടത്തിൽ VS-നാൽ മറ്റുള്ളവർ ആക്രമിക്കപ്പെട്ടു. എന്നതിനപ്പുറം VS-നെ പോലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയെ CPM തോൽപ്പിച്ച് കളയാൻ ശ്രമിച്ചു എന്നത് മാത്രമായി സവിശേഷമായി രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് പൊതുവായി കാണുന്നവരോടെന്നാണ് പറയുക. ഞാനാണ് പറയണ്ടേ? യെസ്. അല്ല, ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ VS-ഉം പാർട്ടിയും തമ്മിലുള്ളതായിട്ടുള്ള ഹാർമണി എന്ന് പറയുന്നത് ശരിയാവുകയുള്ളൂ. പക്ഷെ അത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ രാഷ്ട്രീയം ഒരിക്കൽ പോലും ഏറ്റെടുത്തിട്ടില്ല. കാരണം VS ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുഴുവനും അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനെതിരായിട്ട് പാർട്ടി നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. നേരത്തെ നിഷാന്ത് സൂചിപ്പിച്ച കാര്യം എന്താണ്, മൂന്നാർ ഓപ്പറേഷന്റെ കാര്യത്തിലായാലും അഴിമതിയുടെ കാര്യത്തിലായാലും സ്ത്രീ വിഷയങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും അല്ലെ, ഐസ് സ്പ്രിംഗ് പാർലർ കേസൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എവിടെയാണ് പാർട്ടി പോയി നിന്നത് എന്നുള്ള കാര്യം അത് VS എടുത്ത നിലപാടിന് അപ്പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സ്വത്താണ് VS എന്ന് പറയുന്നത് പ്രസക്തമായി തീരുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സുരേഷ്, ഇവിടെ VS അച്യുതാനന്ദനോട് പാർട്ടി തെറ്റി നിന്ന, തിരിച്ചങ്ങോട്ടും തെറ്റി നിന്ന ഒരു കാലുഷ്യകാലമുണ്ട്. പക്ഷെ അതിനുശേഷം അവസാനം എല്ലാം ഒന്ന് ബെറ്റർ ആയിരുന്നല്ലോ. അത് എല്ലാ അർത്ഥത്തിലും ബെറ്റർ ആയിരുന്നു അതോ? തീർച്ചയായിട്ടും VS പിന്നീട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആവുകയാണല്ലോ ചെയ്തത് 2016. അത് ഏതാണ്ട് 3 കൊല്ലമാണ് തുടർന്നത്. ആ സമയത്തൊന്നും VS സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പ്രായാധിക്യം കൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴും VSന്റെ കമ്മിറ്റികളിലെ ഫൈറ്റ് തുടർന്നു. അത് ഈ പറഞ്ഞ പോലെ ആ കമ്മിറ്റിക്കകത്ത് VSന് പറയാൻ പറ്റുന്ന രൂപത്തിൽ പറയുകയും എഴുതിക്കൊണ്ട് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്ക് കത്തായി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് നിർബാധം തുടർന്നു. ശരി, അതാണ് റെജി. ഇവിടെ VS അച്യുതാനന്ദൻ മരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ അനുസ്മരിക്കുന്നത് കണ്ടു, പാർട്ടി തന്നെയും അനുസ്മരിക്കുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. പുതിയ ഒരു തലമുറയ്ക്ക് VS അച്യുതാനന്ദൻ ആരായിരുന്നു എന്നത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം CPIM-ന്റെ സ്ഥാപക നേതാവാണ് അദ്ദേഹമാണ്. ഈ പാർട്ടിയെ ഈ കേരളത്തിൻ്റെ സമൂഹ മനസ്സിൽ ആഴത്തിൽ വേരാഴ്ത്തി നിർത്തുന്നതിൽ പ്രധാന പങ്കുവച്ച ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പുതിയ മനുഷ്യന് പാർട്ടി അതിൻ്റെ ഔദ്യോഗിക സംവിധാനം അദ്ദേഹത്തോട് ചെയ്ത അരുതായ്മകൾ അതും പഠിക്കേണ്ടി വരില്ലേ? അതൊരു നിരാശയാണോ? അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനം. മരിച്ച ശേഷവും അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലും അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട്, അദ്ദേഹം സജീവമായിരുന്ന കാലത്തും അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് CPM-നെ വേട്ടയാടുന്നത് ഇപ്പോൾ മറ്റൊരു ആംഗിളിൽ തുടരുന്നു.
ഇനി യുവാക്കളുടെ കാര്യം താങ്കൾ പറഞ്ഞു. നിങ്ങളുടെ ക്യാമറ സഹിതം കേരളത്തെ കാണിച്ചൊരു സീനുണ്ടായിരുന്നു. 22 മണിക്കൂർ സമയം പാതിരാത്രിക്കും പുലർച്ചെയും മഴയത്തും അവിടെ കാത്തു നിന്നവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളും യുവാക്കളുമായിരുന്നു. യുവാക്കളായിരുന്നു. അവരുടെയൊക്കെ ബൈറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ VS അച്യുതാനന്ദനെ സ്മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അത് CPM-ന്റെ നേതാവ് എന്നുള്ള നിലയ്ക്കും അദ്ദേഹം നൽകിയ സേവനത്തിൻ്റെ പേരില്ല. പുരോഗമന ആശയങ്ങളിലും വളരെ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേരളത്തിൻ്റെ വളർച്ചയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകളും അവരറിയാം. ഒരു കുട്ടി പറഞ്ഞു കേട്ടില്ലേ, ഇൻഫോ പാർക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഞാൻ ഗൂഗിളിൽ വായിച്ചിട്ടുണ്ടെന്നും. അതുപോലെ ടെക്നോ പാർക്കുകൾ, വിഴിഞ്ഞം പദ്ധതി, സാക്ഷാൽ AK ആന്റണി മരിച്ച അദ്ദേഹത്തിൻ്റെ ശവകുടീരം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞ മാധ്യമങ്ങളോട്, ഞാൻ പ്രതിരോധ മന്ത്രിയായപ്പോൾ എൻ്റെ അടുത്ത് മുഖ്യമന്ത്രി VS വന്നു, മിസ്റ്റർ ആന്റണി വിഴിഞ്ഞം പദ്ധതിക്ക് എനിക്ക് ഉടനെ അനുമതി നൽകണമെന്ന് പറഞ്ഞു. ഞാൻ മിന്നൽ വേഗത്തെ അനുമതി കൊടുത്തു, കാരണം VS പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടെ സംഭാവന ചെയ്തുള്ള മഹാനാ. അതുകൊണ്ട് അദ്ദേഹത്തിനെ പാർട്ടി എന്തോ ചെയ്തതിൻ്റെ പേരിൽ കൊച്ചുകുട്ടികൾ ഇനി പഠിക്കണമെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ ആ കുട്ടികൾ ശരിയായ രീതിയിൽ തന്നെയാണ് ഈ വരുന്ന തലമുറ അദ്ദേഹത്തിനെ വായിച്ചിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് എന്നുള്ള നിലയ്ക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകളുടെ പേരിലും കേരളത്തിലെ ജനങ്ങളെ ധൈര്യവും ധീരതയും ആത്മവിശ്വാസവും പകർന്നു നൽകിയ 1939 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കേരളത്തിൽ നടത്തിയ പോരാട്ട വിപ്ലവം, ആ വിപ്ലവം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തന്നെ ആ വിപ്ലവപരമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളുമായിട്ട് യുവതലമുറ മുന്നോട്ട് വരും. അവിടെ തെറ്റായി നിങ്ങൾ പ്രേരിപ്പിച്ചാലും ആ ചെറുപ്പക്കാരെ അത് വായിക്കത്തില്ല. പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ വെളിപ്പെടുത്തുന്ന കഥകൾ വായിക്കാൻ ആളുകൾ നിർബന്ധരാവില്ല എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു റെജി ലൂക്കോസ്, സുരേഷ്, ഒപ്പം CNM PSR ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്